സൗദി അറേബ്യ ഈ യുദ്ധത്തെ ഇറാനെ എന്നേക്കുമായിട്ട് തകർക്കാനുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള അവസരമായിട്ടാണ് രഹസ്യമായിട്ട് കാണുന്നത്. നമ്മൾ സംസാരിച്ചു തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഈ പോരാട്ടത്തെ വെറുതെ ദൂരെ മാറി നിന്ന് നോക്കി കാണുകയല്ല ചെയ്യുന്നത്. പകരം ഈ യുദ്ധം പകുതി വഴിയിൽ നിർത്തരുത് എന്നും അത് തുടരണമെന്നും അദ്ദേഹം അമേരിക്കയോടും ഡൊണാൾഡ് ട്രംപിനോടും സജീവമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഇസ്രായേൽ സൈനിക നീക്കം വെറുമൊരു സാധാരണ പോരാട്ടമല്ല, മറിച്ച് മുഴുവൻ മിഡിൽ ഈസ്റ്റിന്റെയും ഭൂപടം മാറ്റിവരക്കാൻ തലമുറക്കൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു വലിയ അവസരമാണിത്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനെ ഒരു വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. കേവലം ഉപരോധങ്ങൾ കൊണ്ടോ ചെറിയ കരാറുകൾ കൊണ്ടോ ഈ ഭീഷണി ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ഇറാനിലെ ഭരണകൂടത്തെ തന്നെ താഴെയിറക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാകൂ എന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതുകൊണ്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലേക്ക് നേരിട്ട് സൈന്യത്തെ അയക്കുന്നതിനെക്കുറിച്ചും ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളെ ലക്ഷ്യം വെക്കുന്നതിനെക്കുറിച്ചും ടെഹ്റാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ചിന്തിക്കാൻ അദ്ദേഹം വാഷിംഗ്ടണിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഇറാനെ അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സൗദി അറേബ്യ പോലെയുള്ള ശക്തരായിട്ടുള്ള പങ്കാളികൾ ഒരു താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനാണ് അമേരിക്കയോട് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അമേരിക്കൻ നേതാക്കള് ചർച്ചകളെക്കുറിച്ചും 5 ദിവസത്തെ വെടിനിർത്തലിനെ കുറിച്ചും സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരക്കണക്കിന് അധിക അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നതായിട്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധക്കപ്പലുകളും ട്രാൻസ്പോർട്ട് കപ്പലുകളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. USS ട്രിപ്പോളി പോലെയുള്ള കപ്പലുകളിലെ മറൈൻ യൂണിറ്റുകൾ ഗൾഫ് മേഖലയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ തൊട്ടടുത്ത് ആക്രമണം നടത്താൻ സാധിക്കുന്ന ദൂരത്തിൽ എയർബോൺ ഡിവിഷനുകളെ വിന്യസിക്കുന്നുണ്ട്. രേഖാമൂലം പരിശോധിച്ചാൽ മേഖലയിലെ അമേരിക്കയുടെ താൽപര്യങ്ങളെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടിയായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ടെഹ്റാന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അനുഭവപ്പെടുക. സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുകയും എന്നാൽ പശ്ചാത്തലത്തിൽ വളരെ നിശബ്ദമായിട്ട് ഒരു വലിയ ഏറ്റുമുട്ടലിനായിട്ട് കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന വാഷിംഗ്ടണിന്റെ പഴയ ശൈലിയായാണ് അവരിതിനെ കാണുന്നത്. ഇറാന്റെ ഈ അവിശ്വാസത്തിന്റെ പ്രധാന കാരണം ഈ വൈരുദ്ധ്യമാണ്. ഒരു വശത്ത് പുതിയ സൈനികരും ആയുധങ്ങളും നിങ്ങളുടെ അതിർത്തികൾക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വെടിനിർത്തലിൽ വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ സമ്മർദ്ദങ്ങളോട് ഇറാൻ പ്രതികരിക്കുന്നത് വെറുതെ ഇരുന്നുകൊണ്ടല്ല. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായിട്ട് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇറാഖിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചു കഴിഞ്ഞു. അമേരിക്കൻ നയതന്ത്ര സൈനിക സാന്നിധ്യമുള്ള ഇർബിലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രാത്രിയിലെ ആകാശത്ത് വലിയ സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടാകുന്നതിന്റെ വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. കുർദിഷ് പോരാളികൾക്കിടയിൽ മരണം സംഭവിച്ചതായും നഗരത്തിലുടനീളം സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ടെൽവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണം കാരണം സാധാരണക്കാര് വീണ്ടും ബങ്കറിലേക്ക് അഭയം തേടുകയാണ്. ഗാസയിലും ലബനാനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഈ മിസൈൽ വിക്ഷേപണങ്ങളെ ഇറാൻ മീഡിയകൾ അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ സെജ്ജിൽ മിസൈലിനെ അവരുടെ വളർന്നുവരുന്ന കരുത്തിന്റെ പ്രതീകമായിട്ട് അവർ എടുത്തു കാണിക്കുന്നുണ്ട്. സമ്മർദ്ദം തുടരുകയാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുന്തോറും കൂടുതൽ വലിയ ആയുധങ്ങൾ പുറത്തെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഇതിലൂടെ അവരെ സൂചിപ്പിക്കുന്നത്. വലിയ ബോംബാക്രമണങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇടയിലും തങ്ങൾ അത്ര പെട്ടെന്ന് കീഴടങ്ങില്ല എന്ന് സ്വന്തം ജനതയോടും ശത്രുക്കളോടും വിളിച്ചു പറയാനാണ് ഇറാൻ ഈ ദൃശ്യങ്ങളോട് ശ്രമിക്കുന്നത്. അതേസമയം ഇറാൻ ഈ പോരാട്ടത്തിൽ ഒറ്റക്കല്ല. ഒരു കാലത്ത് ഇറാനുമായിട്ട് 8 വർഷം നീണ്ട ക്രൂരമായിട്ടുള്ള യുദ്ധം ചെയ്ത ഇറാഖിലെ ജനങ്ങൾ പോലും ഇപ്പോൾ ടെഹ്റാനെ പിന്തുണച്ച് തെരുവിലിറങ്ങുകയാണ്. ഇറാഖിലെയും സമീപ പ്രദേശങ്ങളിലെയും US താവളങ്ങൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഡസൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തിയതായിട്ട് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് പോലെയുള്ള ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ ഇസ്രായേൽ സ്വാധീനത്തെ പ്രതിരോധിക്കുന്ന ഒരു വലിയ സഖ്യത്തിന്റെ ഭാഗമായാണ് ഈ ഗ്രൂപ്പുകൾ സ്വയം കാണുന്നത്. വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കണക്കുകൂട്ടൽ പിഴവ് പോലും അമേരിക്കയെ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേച്ചേക്കാം.
എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഈ ശക്തികൾ അവരുടെ വലിയൊരു തന്ത്രപരമായിട്ടുള്ള സ്വത്താണ്. സ്വന്തം മണ്ണിൽ നിന്ന് നേരിട്ട് ആക്രമണം നടത്താതെ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളെ തകർക്കാനും തങ്ങളുടെ കരുത്ത് കാണിക്കാനും ഇതിലൂടെ ടെഹ്റാന് സാധിക്കുന്നുണ്ട്. ഈ നിഴൽ ശൃംഖല യുദ്ധക്കളത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും യുദ്ധം വ്യാപിപ്പിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം ജനതയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന് കാര്യമായിട്ടുള്ള നാവികസേനയോ വ്യോമസേനയോ ഇല്ലെന്നും അമേരിക്ക വിചാരിച്ചാൽ അവരുടെ പ്രധാന പവർ പ്ലാന്റുകളും മറ്റും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസംഗിക്കുന്നു. ഈ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും വലിയ അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും പറയുന്ന പ്രധാന വാർത്താ മാധ്യമങ്ങളെ അദ്ദേഹം ഫേക്ക് ന്യൂസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ട്രംപിന്റെ ഒരു സ്ഥിരം ശൈലി കൂടിയാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയും കലർന്ന ശൈലി. എന്നാൽ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഇർബിലിലെ സ്ഫോടനങ്ങളും ടെല്ലവീവിലെ സൈറണുകളും US താവളങ്ങൾക്ക് നേരെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളും മറ്റൊരു കഥയാണ് നമ്മളോട് പറയുന്നത്. യുദ്ധം ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നും അപകട സാധ്യതകൾ കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്യുന്നതെന്നും ഇതിലൂടെ വ്യക്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകളും യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം തന്നെയാണ് സമാധാനത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ വാക്കുകളെ വിശ്വസിക്കാനേ ഇറാന് പ്രയാസമുണ്ടാക്കുന്ന മറ്റൊരു ഘടകം. അമേരിക്കൻ നേതൃത്വത്തിനുള്ളിലും ഇപ്പോൾ വലിയ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിപ്പിച്ചതിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ തടഞ്ഞതിനും ട്രംപ് തന്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. താൻ സമാധാനം ആഗ്രഹിച്ചിരുന്ന ആളാണെന്നും എന്നാൽ ഉപദേശകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തന്നെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് എത്തിച്ചതാണെന്നും വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. എന്നാൽ അമേരിക്കൻ ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിവുള്ള ആർക്കും അറിയാം, ഒരു ഡിഫൻസ് സെക്രട്ടറിക്ക് സ്വന്തം നിലയിൽ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങാൻ കഴിയില്ല എന്ന്. പ്രസിഡന്റ് തന്നെ വേണം ഇത്തരം തീരുമാനങ്ങൾ അംഗീകരിക്കാനും ഒപ്പിടാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് തന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ മരണസംഖ്യ ഉയരുന്നതും കുഴപ്പങ്ങൾ വർദ്ധിക്കുന്നതും അമേരിക്കയുടെ സൽപ്പേരിന് വലിയ കളങ്കമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഈ ആഭ്യന്തര തർക്കങ്ങൾ കാരണം നയതന്ത്ര ചർച്ചകളിലേക്ക് പുതിയ ചില പേരുകൾ കടന്നു വരുന്നുണ്ട്. ഇസ്രായേലിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായിട്ട് ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവര് ഒരു പക്ഷാപാതപരമായ പെരുമാറുമെന്ന് ഇറാൻ കരുതുന്നു. പകരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് കുറച്ചുകൂടി താല്പര്യം ടെഹ്റാന് കാണിക്കുന്നുണ്ട്. ട്രംപിന്റെ വിശ്വസ്തനാണെങ്കിൽ പോലും അവസാനമില്ലാത്ത യുദ്ധങ്ങളെ ചോദ്യം ചെയ്യുന്നതിലും വലിയ സൈനിക ഇടപെടലുകളെ കുറിച്ച് വിമർശിക്കുന്നതിലും JD വാൻസിന് ഒരു ചരിത്രമുണ്ട്. ഇറാന്റെ കാഴ്ചപ്പാടിൽ JD വാൻസ് ഒരു ചെറിയ പ്രതീക്ഷയുടെ വാതിലാണ്. തങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാനും സാധ്യതയുള്ള ഒരാളായാണ് അവർ അദ്ദേഹത്തെ കാണുന്നത്. അതേസമയം JD വാൻസ്, മാർക്കോ റൂബിയോ, കുഷ്ണർ, വിറ്റ്കോഫ് എന്നിവരും താനും ചേർന്ന് ചർച്ചകളിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ട്രംപ് പ്രധാന ചർച്ചക്കാരായിട്ട് ഉയർത്തിക്കാട്ടുന്ന ചിലരെ ഇറാൻ പരസ്യമായിട്ട് തള്ളിക്കളയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന ചോദ്യം ഇത് വീണ്ടും വീണ്ടും ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇറാനെ അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ടെഹ്റാനിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാലേ വാഷിംഗ്ടൺ എന്തു പറയുന്നു എന്നതിനേക്കാൾ അവർ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത് എന്നതിലാണ് കാര്യം. ഇറാനിലെ ഭരണകൂടത്തെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചരിത്രപരമായിട്ടുള്ള നിമിഷമാണിതെന്ന് സൗദി കിരീടാവകാശി ട്രംപിനോട് പറയുന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ കൂടുതൽ കടുത്ത നടപടികൾക്കായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ, അമേരിക്കൻ സൈന്യം മേഖലയിൽ ഉടനീളം നിശബ്ദമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വെടിനിർത്തൽ വാഗ്ദാനത്തെയോ സമാധാന ചർച്ചകളെയോ വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും സംയുക്ത സമ്മർദ്ദത്തിന് കീഴിലാണ് തങ്ങളെന്ന് ഇറാൻ കരുതുന്നു. ഇതിൽ സൗദി അറേബ്യ വഹിക്കുന്ന പങ്കും വളരെ വലുതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസം എന്നത് ഏതാണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. JD വാൻസിനെ പോലെയുള്ളവരിലൂടെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായേക്കാം, ചില സൂചനകൾ നൽകിയേക്കാം. എങ്കിലും സമാന്തരമായിട്ട് അവർ തങ്ങളുടെ മിസൈലുകൾ സജ്ജമാക്കി നിർത്തുകയും സഖ്യകക്ഷികളെ സജീവമാക്കുകയും ചെയ്യും. കാരണം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം മാറ്റിവരക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിന് മുന്നിൽ തങ്ങളെ സംരക്ഷിക്കാൻ സൈനിക ശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു.
വരും ദിവസങ്ങളിൽ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എല്ലാം തീരുമാനിക്കുക. സൈനിക വിന്യാസം തുടരുകയാണെങ്കിൽ, സൗദിയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള സമ്മർദ്ദം കുറയുന്നില്ലെങ്കിൽ, ടെഹ്റാനിലും ഗാസയിലും ലബനാനിലും ഇറാഖിലും ഇസ്രായേലിലും സാധാരണക്കാരെ കൊല്ലപ്പെടുന്നത് തുടരുകയാണെങ്കിൽ, വിശ്വാസം എന്ന ചിന്ത പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ഇതൊരു വലിയ കരയുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. എന്നാൽ ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തങ്ങളുടെ സൈനിക നീക്കങ്ങൾ മന്ദഗതിയിലാക്കി അമേരിക്ക സത്യസന്ധമായ ചർച്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ഇറാന് അമേരിക്കയുടെ വാഗ്ദാനങ്ങളെ ഗൗരവമായിട്ട് എടുക്കാൻ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള കാരണം ഉണ്ടാവുകയുള്ളൂ. ആ മാറ്റം ഉണ്ടാകുന്നതുവരെ ഇറാന്റെ നാശം സ്വപ്നം കാണുന്ന സൗദി അറേബ്യയെ കൂട്ടുപിടിച്ചു നിൽക്കുന്ന അമേരിക്കയെ വിശ്വസിക്കുന്നത് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമായാണ് ഇറാന് കാണുന്നത്.